ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഷിഫ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അണ്ടർ 100 റുപ്പീസിൽ നമുക്ക് ജേർണൽ സപ്ലൈസ് എല്ലാം മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഹോം മെയ്ഡായിട്ടും നമുക്ക് ഒരിടത്തും പോകണ്ട, അങ്ങനെ നമുക്ക് സ്വന്തമായി ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കരുത്. ഇപ്പോൾ തന്നെ പോയി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എനിക്ക് വെറും 100 റുപ്പീസ് ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ജേർണൽ സപ്ലൈസ് ഫുള്ള് പ്രിൻ്റ് എടുത്താണ് കേട്ടോ. നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കടയിൽ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്സിലൊക്കെ ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ പ്രിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതെനിക്കിപ്പോൾ ഒരു 70 റുപ്പീസിൻ്റെ അകത്തെ 70 റുപ്പീസേ ആയിട്ടുള്ളൂ. ബാക്കി പൈസയ്ക്ക് ഞാൻ 30 റുപ്പീസിന് A4 സൈസിലുള്ള 1 രൂപയ്ക്കുള്ള പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഒരു ജേർണൽ ഡയറി ആണ് ഞാൻ വീട്ടിൽ ബാക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം അതായത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിപ്പോൾ കുറേ പേർക്ക് അറിയാം ജേർണൽ ഡയറി ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ ഒരു ജേർണലിങ് ഇത് സപ്ലൈസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണല്ലോ. അപ്പോൾ നമുക്കൊരു ജേർണൽ ഡയറി കൂടി ബാക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഈ 100 റുപ്പീസ് അണ്ടറായത്. അത്ര എനിക്ക് കറക്റ്റ് സാധനങ്ങളെല്ലാം വാങ്ങിച്ചപ്പോൾ 100 റുപ്പീസ് ആയിട്ടുള്ളൂ. പേപ്പർ ആയാലും ആയാലും ഞാൻ അടുത്തായിട്ട് 70 വേണമെങ്കിൽ 60 അങ്ങനെ 60 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലും കുറഞ്ഞ 40 to 50 കിട്ടുന്നതാണ്. ഇപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവിടെ തന്നെ ആ വീഡിയോ കൂടി ഇടാം കേട്ടോ. അങ്ങനെ അടുത്തതായിട്ട് ഞാനൊരു നമ്മളെ ഡയറിക്കൊരു ചട്ടം ഉണ്ടാക്കുകയാണ്. ചട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ അതാണ്. ഇതിപ്പോൾ ഞാനെന്തുവാ ഇതൊക്കെ ഉണ്ടല്ലോ പോളറോയിഡ്സ്, അതൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഒരു കവറാണ്. അതിൻ്റെ മേലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിൽ ഇതില്ലാന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ഇതെനിക്കിപ്പോൾ ഒരു 10 റുപ്പീസ് ആയിട്ടുള്ള ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ അതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ഷർട്ടോ ഡ്രസ്സോ അതൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ 10 രൂപയ്ക്കുള്ള പക്ഷേയിൽ. അപ്പം അത്രയും വില കുറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സപ്ലൈസ് ഞാൻ അവസാനം ഒരു ജേർണലിൽ കൂടി കാണിക്കുന്നുണ്ട്. ഈ സപ്ലൈസ് വെച്ചിട്ടാണ് കാണിച്ചത്. ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ ആ സപ്ലൈസൊക്കെ ഇതാണ്. ഇത്രയാണ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ആ സപ്ലൈസ് ഇത്രയും ഞാൻ ഒരു ഷീറ്റിൽ തന്നെയാണ് പ്രിൻ്റ് എടുത്തത്. നമുക്ക് കുറേ കൊള്ളട്ടെ, A3 ഷീറ്റിലാണ് അത് വെക്കുന്നത്. കുറേ സാധനം, കുറേ ഇത് പാറ്റേൺസ് ആയാലും ഒക്കെ കൊള്ളും. പിന്നെ ഒരു കാര്യം തന്നെ വെട്ടിയെടുക്കലാണ് ഇതിലേറ്റവും കൂടുതൽ പരിപാടി. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിച്ചായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളിപ്പോൾ ജേർണലിങ് ചെയ്യുമല്ലോ, ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സും പാറ്റേൺസും മാത്രം വെട്ടിയെടുക്കാം. ഒരു മടിച്ചായതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് സമയവും മടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് ഏകദേശം. പിന്നെ അതുപോലെ കുറേ വെയ്റ്റ്സൊക്കെ നമ്മൾ എന്തായാലും കുറച്ച് പുറത്തോട്ടുള്ളവർ ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസോ അല്ല ഇപ്പോൾ പുറത്തോട്ട് അവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നല്ല രസമുള്ളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതേ ഐറ്റംസ് 99 റുപ്പീസിനകത്ത് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനും ഒരാളായിരുന്നു ജേർണലിങ് ചെയ്യാൻ വേണ്ടി സപ്ലൈസ് ഒന്നുമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ജേർണലിങ് ചെയ്തിട്ടാൽ അവർ കാണും അത്രയും കോസ്റ്റ്ലി കുറഞ്ഞ സപ്ലൈസ്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ജേർണൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടോളാം. പിന്നെ ഇതൊരു ജേർണലിങ് സപ്ലൈസൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണല്ലോ. അപ്പോൾ പിന്നെ നമുക്കൊരു ജേർണൽ ചെയ്യാം. ഈ ജേർണലിങ് ചെയ്ത് വന്നപ്പോൾ സത്യം പറഞ്ഞ അവസാനം എനിക്ക് പിടിച്ചില്ല. സംഭവം എന്ന് വെച്ചാൽ ഒരു വയലറ്റ് തീമിൽ ഒരു പർപ്പിൾ തീമിലാണ് കേട്ടോ പിടിച്ചത്. അതോ അല്ല, എനിക്ക് ഭയങ്കര സിമ്പിളാണ് ഇഷ്ടം. കുറേ ഹെവി ആയിട്ട് ചെയ്യുന്നത് ഇഷ്ടമില്ല, ഭയങ്കര സിമ്പിളായിട്ട് പോലും ഇഷ്ടമില്ല. പക്ഷേ സിമ്പിൾ പിടിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. അവസാനം എത്തിയപ്പോഴത്തേക്കും നല്ല സിമ്പിളായിപ്പോയി. ഇത് വളരെയധികം സിമ്പിളായിപ്പോയി. ഇതിപ്പോൾ നമ്മൾ ചില വീഡിയോസ് ആണെങ്കിൽ ഒരു സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചു, വേറൊരു പാറ്റേൺ എടുത്ത് ഒട്ടിച്ചു, 2 ആക്കി എഴുതി, അതുപോലെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ തോന്നി. എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇതാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ജേർണലിങ് ചെയ്യാതിരുന്നത്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ജേർണലിങ് ചെയ്യണമെങ്കിൽ കുറേ സപ്ലൈസൊക്കെ വേണം, അങ്ങനെ ചെയ്താലേ കൊള്ളാവും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ
ഇപ്പോൾ ഇത് ഇങ്ങനെ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നില്ലാത്തവർക്കാണെങ്കിലും ഹോം മെയ്ഡ് സപ്ലൈസ് വെച്ചും ജേർണൽ ചെയ്യാം കേട്ടോ. പിന്നീടാണ് ഒരു സത്യം മനസ്സിലാക്കിയത്, നമ്മളുടെ സപ്ലൈസ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ജേർണലിംഗ് ഒക്കെ എപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം, നിങ്ങൾക്കതൊന്നും ചെയ്യാം. ഈ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ പറയുക, ഞാൻ വേറൊരു വീഡിയോ ഇടാം കേട്ടോ. ഇതൊക്കെ എന്തുവാ, ഇത് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചൊരു ജേർണലിംഗ് സപ്ലൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വെരി താങ്ക്ഫുൾ യു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിനെ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.